ചുരുളി സിനിമയിലെ തെറി ഡയലോഗിനെ കുറിച്ചുള്ള പരാതിക്കും പണം നൽകിയില്ലെന്ന നടൻ ജോജു ജോർജിന്റെ ആരോപണത്തിനും മറുപടിയുമായി സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി രംഗത്ത് വന്നിട്ടുണ്ട്. ജോജുവിന് 5 ലക്ഷത്തിലേറെ രൂപ നൽകിയതിന്റെ രേഖകളും ലിജോ ജോസ് പെല്ലിശ്ശേരി പുറത്ത് വിട്ടിട്ടുണ്ട്. കൂടാതെ സിനിമയിൽ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ച് ജോജുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നുവെന്നും ചിത്രം ഇതുവരെ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ലെന്നും ലിജോ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു. അവസരമുണ്ടായാൽ ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ റിലീസ് ചെയ്യുമെന്നും ലിജോ ജോസ് വ്യക്തമാക്കി. ചിത്രത്തിൽ താൻ തെറി പറയുന്ന പതിപ്പ് അവാർഡിന് മാത്രമേ അയക്കൂ എന്ന് പറഞ്ഞ് തന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്നായിരുന്നു ജോജു ജോർജിന്റെ ഒരു ആരോപണം. എന്നാൽ ആ സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് തങ്ങളാരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ലെന്നും ഭാഷയെക്കുറിച്ച് തങ്കൻ ചേട്ടനെ നന്നായി അറിയാം എന്നുമായിരുന്നു ലിജോ മറുപടി പറഞ്ഞത്. ചിത്രത്തിൽ അഭിനയിച്ചതിന്റെ പണം ഇതുവരെ തനിക്ക് കിട്ടിയിട്ടില്ലെന്നും ജോജു ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ജോജുവിന് ഏതാണ്ട് 6 ലക്ഷത്തോളം രൂപ കൈമാറിയതിന്റെ ബാങ്ക് വിവരങ്ങളും ലിജോ ജോസ് പുറത്തുവിട്ടിട്ടുണ്ട്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എക്സ്പ്രസ് ഡയലോഗ്സ് എന്ന അഭിമുഖത്തിലായിരുന്നു ജോജു ചുരുളി സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നത്. ചുരുളി എന്ന സിനിമയിലെ തെറി പറയുന്ന ഭാഗം അവാർഡിന് മാത്രമേ അയക്കുകയുള്ളൂവെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത് അഭിനയിച്ചതെന്നായിരുന്നു ജോജുവിന്റെ പ്രതികരണം. താനാണ് ഇപ്പോൾ ആ തെറി മുഴുവൻ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്നും ചുരുളിയുടെ തെറി ഇല്ലാത്തൊരു പതിപ്പ് താൻ ഡബ്ബ് ചെയ്തിരുന്നു എന്നും ജോജു പറഞ്ഞിരുന്നു. കൂടാതെ തനിക്ക് ചുരുളിയിൽ അഭിനയിച്ചതിന്റെ പ്രതിഫലം കിട്ടിയിട്ടില്ല എന്നുമായിരുന്നു ജോജുവിന്റെ ആരോപണങ്ങൾ. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണമായ രൂപം ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട ജോജുവിന്റെ ശ്രദ്ധയ്ക്ക് സുഹൃത്തുക്കളായ നിർമ്മാതാക്കൾക്കുണ്ടായ മനോവിഷമം കണക്കിലെടുത്താണ് ഈ വിശദീകരണം നൽകുന്നത്. എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ തിയേറ്ററുകളിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. കമ്മിറ്റിയെ വെച്ച് അന്വേഷിച്ച ഭാഷയെക്കുറിച്ചുള്ള ഹൈക്കോടതി വിധിയുണ്ട്. സിനിമാ ചിത്രീകരണ വേളയിൽ ഞങ്ങൾ ആരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ല. ഈ ഭാഷയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് തങ്കൻ ചേട്ടൻ. ഒരവസരമുണ്ടായാൽ ഉറപ്പായും ഈ സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. 3 ദിവസത്തെ അതിഥി വേഷത്തിനായി ജോജുവിന് കൊടുത്ത ശമ്പള വിവരം ചുവടെ ചേർക്കുന്നു. അതിനുശേഷം പണം ജോജുവിന് നൽകിയതിന്റെ തെളിവുകളും ലിജോ ജോസ് ആ പോസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. നേരത്തെ സ്വന്തമായി പണി എന്ന ഒരു സിനിമ ഇറക്കിയപ്പോഴും സോഷ്യൽ മീഡിയയിൽ ജോജു വിവാദമുണ്ടാക്കിയിരുന്നു. സിനിമ വിമർശിച്ച ഒരു ചെറുപ്പക്കാരനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഫോൺ ചെയ്ത ജോജുവിന്റെ സംഭാഷണം അയാൾ റെക്കോർഡ് ചെയ്ത് പോസ്റ്റായി ഇടുകയായിരുന്നു. ഇവിടെ ചുരുളിയിൽ അവസാനത്തെക്കുറിച്ച് രംഗങ്ങൾ അഭിനയിക്കാൻ വന്ന ജോജുവിന് ലിജോ ജോസ് ഏതാണ്ട് 6 ലക്ഷത്തിന്റെ അടുത്ത് പേയ്മെന്റ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പണം കിട്ടിയില്ല എന്ന വാദം അവിടെ തീരുകയാണ്. പിന്നെ തെറി പറഞ്ഞത് അഭിനയിച്ചത് ജോജുവിന്റെ ഡ്യൂപ്പ് ഒന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. ചെമ്പൻ വിനോദിനും വിനയ് ഫോർട്ടിനും ജാഫർ ഇടുക്കിയും ഒന്നും ഇല്ലാത്ത തെറി പ്രശ്നം ഇപ്പോൾ ജോജുവിന് മാത്രം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതും സിനിമ ഇറങ്ങി വർഷങ്ങൾ കഴിഞ്ഞ ശേഷം. സിനിമയിലെ തങ്കപ്പങ്ങൾക്ക് പോലുമില്ലാത്ത കുറ്റബോധമാണിപ്പോൾ തങ്കൻ ചേട്ടന് മാത്രം തോന്നുന്നത്.